നമസ്കാരം, സ്വാഗതം നിലപാടിലേക്ക്. ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാതെ മുന്നണി സംവിധാനത്തിൻ്റെ ദയാദാക്ഷിണ്യത്തിൽ അധികാര പദമേറുന്ന നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രി പദത്തിൽ വീണ്ടും ഇരിക്കാൻ ധാർമ്മികമായും രാഷ്ട്രീയമായും ഇനി അർഹതയുണ്ടോ? മോദി മോദി എന്ന് മാത്രം വിളിച്ചു പറഞ്ഞ് നേരിട്ട ഒരു തെരഞ്ഞെടുപ്പിൽ മോദിയെ ജനം തിരസ്കരിച്ചതിൻ്റെ കാഴ്ചയല്ലേ ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നാം കണ്ടത്? വയനാട്ടിലോ റായ്ബറേലിയിലോ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം പോലും ഒപ്പിച്ചെടുക്കാൻ കഴിയാതെ പോയ മോദിക്ക് ഇന്ത്യയിലെ ഏറ്റവും സ്വീകാര്യനായ നേതാവ് എന്ന പദം ഇനി സ്വയം എടുത്ത് ചാർത്താൻ ഒക്കുമോ? ബഹുസ്വരത എന്ന ആശയത്തോട് തന്നെ മുഖം തിരിച്ചു വളർന്ന ഒരാൾ എല്ലാവരോടും സംസാരിച്ചും എല്ലാവരെയും കേട്ടും ഭരിക്കുക എന്നത് എത്ര വലിയ കാവ്യനീതിയാണ്. കഴിഞ്ഞ 10 വർഷം സംഘപരിവാര ഭരണം ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഹിന്ദുത്വ പദ്ധതിക്ക് വളരെ പൊടുന്നനെ ഒരു ഫുൾ സ്റ്റോപ്പ് വീഴാൻ പോവുകയാണോ? സകല ശബ്ദങ്ങളെയും അടിച്ചമർത്തി വളർന്ന മോദിയെയും അമിത്ഷായെയും കാത്തിരിക്കുന്നത് ഉൾപാർട്ടി യുദ്ധങ്ങളുടെ വലിയ കാലമാണോ? മൂന്നാം നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാര പദമേറുമ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കാൻ മോദി ഏതൊക്കെ കാരണങ്ങളാൽ അയോഗ്യനാകുന്നു എന്ന് പരിശോധിക്കുകയാണ് ഇത്തവണ നിലപാട്. കഴിഞ്ഞ ചൊവ്വാഴ്ച ജനവിധി പുറത്തുവരും വരെ ബി.ജെ.പി ക്യാമ്പിൽ നിന്ന് മോദി മോദി എന്ന് മാത്രമേ നാം കേട്ടിരുന്നുള്ളൂ. NDA എന്ന വാക്കിന് തൃണവില കൽപ്പിച്ച് മോദി പോലും തൻ്റെ പേര് മാത്രം ഉരുവിട്ടുകൊണ്ടേയിരുന്നു. മോദിയുടെ ഗ്യാരണ്ടിക്ക് വോട്ട് ചെയ്യൂ എന്നതായിരുന്നു സകലരുടെയും ആഹ്വാനം. ബി.ജെ.പിയുടെ പ്രകടന പത്രികയിലും മോദി എന്ന പേര് മാത്രം വിൽക്കാൻ വെച്ചത് പ്രകടമായിരുന്നു. 65 തവണയാണ് ബി.ജെ.പി പ്രകടന പത്രികയിൽ മോദി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ താൻ ജൈവികമായൊരു പ്രക്രിയയുടെ ഭാഗമായി ഭൂമിയിലേക്ക് വന്നതല്ലെന്നും ദൈവദൂതനോ ദൈവം തന്നെയോ എന്ന മട്ടിലാണ് മോദി വോട്ടർമാരോട് സംസാരിച്ചത്, തന്നെ പരിചയപ്പെടുത്തിയത്. എന്നിട്ട് അതേ മോദിയെ ജനം എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? വാരാണസിയിൽ മോദിക്ക് കുറഞ്ഞത് 3 ലക്ഷത്തിലധികം വോട്ടാണ്. 10,000-ഓളം പേരാണ് അവിടെ ബൂത്തിലെത്തി നോട്ടയ്ക്ക് വോട്ട് ചെയ്തത്. അമേഠിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കോ റായ്ബറേലിയിലും വയനാട്ടിലുമായി രാഹുൽ ഗാന്ധിക്കോ കിട്ടിയ ഭൂരിപക്ഷം പോലും മോദിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. വോട്ടെണ്ണലിൻ്റെ ഒരു ഘട്ടത്തിൽ 10,000-ഓളം വോട്ടിന് മോദി പിന്നിൽ പോകുന്ന നില പോലും ഉണ്ടായി. മോദി എന്ന ബ്രാൻഡിനെ എങ്ങനെയാണ് ജനം ശിക്ഷിച്ചത് എന്ന് തിരിച്ചറിയാൻ ഈ റിസൾട്ട് മാത്രം മതിയാവും. NDAയിലെ മറ്റ് പല സ്ഥാനാർത്ഥികൾക്കും മോദിയേക്കാൾ കൂടുതൽ ഭൂരിപക്ഷമുണ്ടെന്ന് ഓർക്കണം. അതുമാത്രമല്ല, നരേന്ദ്രമോദിയുടെ ടീം എന്ന് വിളിക്കാവുന്ന മോദി മന്ത്രിസഭയിലെ 18 മന്ത്രിമാരെയാണ് ജനം തോൽപ്പിച്ചുവിട്ടത്. വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖരനും സ്മൃതി ഇറാനിയും അടക്കം തോറ്റവരിലുണ്ട്. ഇത്രയധികം മന്ത്രിമാരെ ഒരുമിച്ച് തോൽപ്പിക്കുന്ന ജനം ബി.ജെ.പിക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും മോദിക്കും കൊടുക്കുന്ന സന്ദേശം എന്താണ്? ജനവിശ്വാസം നഷ്ടപ്പെട്ട ഒരു ക്യാബിനറ്റിൻ്റെ രൂപമാണ് അതിന്. അങ്ങനെയെങ്കിൽ അതിൻ്റെ തലപ്പത്തിരുന്ന ആൾക്ക് മാത്രമായി മാറി നിൽക്കാൻ കഴിയുമോ? ഏറ്റവും പ്രധാനം ഉത്തർപ്രദേശിൽ ബി.ജെ.പിക്ക് നേരിട്ട കനത്ത തിരിച്ചടിയാണ്. വാരാണസിയിൽ മോദിക്ക് വോട്ട് കുറഞ്ഞത് മാത്രമല്ല, ഉത്തർപ്രദേശിലെ ആകെ 80-ൽ 43 സീറ്റും ഇത്തവണ പ്രതിപക്ഷ സഖ്യം പിടിച്ചെടുത്തു. കഴിഞ്ഞ തവണ 62 സീറ്റ് നേടിയ ബി.ജെ.പി ഇത്തവണ പാതിയിലേക്ക് കൂപ്പുകുത്തി. പലയിടത്തും ഭൂരിപക്ഷത്തിലും കാര്യമായ ഇടിവ് നേരിട്ടു. ബാബരി മസ്ജിദ് പൊളിച്ച് രാമക്ഷേത്രം പണിത ഫൈസാബാദ് മണ്ഡലത്തിലും ബി.ജെ.പി സമാജ്വാദി പാർട്ടിയോട് കനത്ത തോൽവി ഏറ്റുവാങ്ങി. നിർമ്മാണം പൂർത്തിയാകും മുൻപേ നരേന്ദ്രമോദി നേരിട്ടെത്തി ഉദ്ഘാടനം നിർവഹിച്ച രാമക്ഷേത്രവും ബി.ജെ.പിയെ തുണച്ചില്ല.
കോൺഗ്രസിനോ സമാജ്വാദി പാർട്ടിക്കോ അധികാരം കിട്ടിയാൽ അവർ നമ്മുടെ രാമക്ഷേത്രം തകർക്കും എന്ന വിദ്വേഷ ഭീതി വിതയ്ക്കലും ജനം വകവച്ചില്ല. നോക്കൂ, മോദി ഏറ്റവും വിഷലിപ്തമായ വർത്തമാനം പറഞ്ഞു തുടങ്ങിയത് രാജസ്ഥാനിലെ ബൻസ്വാരയിലാണ്. അവിടെ പോലും കൂറ്റൻ ഭൂരിപക്ഷത്തിനാണ് മോദിയുടെ സ്ഥാനാർത്ഥി തോറ്റത്. എന്നുവെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെ ജനം തിരസ്കരിച്ചു എന്നാണ് അതിൻ്റെ സന്ദേശം. മണിപ്പൂരിൽ മോദി നേരിട്ട തിരിച്ചടിയും എടുത്തു പറയേണ്ടതാണ്. കലാപകലുഷിതമായ ആ നാട് ഇനിയും പ്രധാനമന്ത്രി സന്ദർശിച്ചിട്ടില്ല. കലാപം പരിഹരിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരാജയപ്പെട്ടു എന്നു മാത്രമല്ല, മണിപ്പൂർ സർക്കാർ അത് ആളിക്കത്തിക്കും വിധമുള്ള നിലപാടുകളും സ്വീകരിച്ചു. അത് വെറും ആരോപണം മാത്രമാണെന്ന് വാദിച്ചിരുന്ന BJPയുടെ മുഖത്തേറ്റ പ്രഹരമാണ് ആകെയുള്ള 2 സീറ്റിലും കോൺഗ്രസ് നേടിയ മിന്നുന്ന വിജയം. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ 2ാം ഘട്ടം ആരംഭിച്ചത് മണിപ്പൂരിൽ നിന്നായിരുന്നു. പ്രധാനമന്ത്രി അകലം പാലിച്ചപ്പോൾ രാഹുൽ അവിടേക്ക് ഓടിയെത്തി കലാപത്തിൻ്റെ ഇരകളോട് സ്നേഹദാർഢ്യം പ്രഖ്യാപിച്ചു. അതിനുള്ള രാഷ്ട്രീയ പ്രതികരണമാണ് നാം അവിടെ കണ്ടത്. നരേന്ദ്രമോദി എന്ന നേതാവിൽ കൽപ്പിക്കപ്പെട്ടിരുന്ന അജയ്യതയാണ് ഇവിടെ തകർന്നു വീണത്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ഭരണജീവിതം തുടങ്ങിയത് മുതൽ ഇങ്ങോട്ട് ഒരിക്കലെങ്കിലും കനത്ത തിരിച്ചടികൾ മോദിയെ തേടി വന്നിട്ടില്ല. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി മുന്നണി സംവിധാനത്തെ പരിഹാസ്യമാക്കി മുന്നോട്ട് നീങ്ങിയ ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത്. കൂട്ടുകക്ഷി സർക്കാരുകളെയും സഖ്യങ്ങളെയും അധികാരമോഹികളുടെ ആൾക്കൂട്ടമെന്നും ദുർബല സംഘമെന്നും നിരന്തരം കളിയാക്കിയാണ് മോദി ശീലിച്ചിട്ടുള്ളത്. അതേ മോദി ഇപ്പോൾ പ്രാദേശിക കക്ഷികളുടെ ഔദാര്യമുണ്ടെങ്കിൽ മാത്രം ഭരിക്കാൻ കഴിയുന്നൊരു പ്രധാനമന്ത്രിയാണ്. ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരികയാണെങ്കിൽ 5 വർഷവും 5 പ്രധാനമന്ത്രിമാരായിരിക്കും എന്നാണ് മോദി തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിലെല്ലാം പരിഹസിച്ചത്. നിങ്ങൾക്കൊരു സുസ്ഥിര സർക്കാർ വേണ്ടേ എന്നാണ് മോദി ജനങ്ങളോട് ചോദിച്ചത്. എന്നുവെച്ചാൽ സുസ്ഥിര സർക്കാർ വേണമെങ്കിൽ എന്നെ മാത്രം വിജയിപ്പിക്കുമെന്ന്. അതേ മോദിയോട് ഇന്ന് തിരികെ ചോദിക്കാനുള്ളത്, നിങ്ങളുടേത് ഇപ്പോൾ ഒരു സുസ്ഥിര സർക്കാരാണോ എന്നതാണ്. അടുത്ത 5 വർഷം 3 പ്രധാനമന്ത്രിമാരുണ്ടാകുമോ എന്നുകൂടി മോദി മറുപടി പറയട്ടെ. രാഷ്ട്രീയ അന്തസ്സ് എന്നൊന്നുണ്ടെങ്കിൽ മോദി വാരാണസിയിലേക്ക് ചുരുങ്ങി അവിടുത്തെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടട്ടെ. അടുത്ത 5 വർഷം MP ഫണ്ടെങ്കിലും കൃത്യമായി വിനിയോഗിക്കാൻ അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് കഴിയുമായിരിക്കും. ഉത്തർപ്രദേശിൽ BJP നേരിട്ട പരാജയത്തിന് പലവിധ മാനങ്ങളുണ്ട്. 240 സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി നിൽക്കുമ്പോഴും ഉത്തർപ്രദേശ് BJPയെ നിരാശയുടെ പടുകുഴിയിലേക്ക് വലിച്ചിടുന്നുണ്ട്. അതുകൊണ്ടാണ് വിധി ദിനത്തിൽ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്തപ്പോൾ ഉത്തർപ്രദേശ് എന്ന വാക്ക് മോദി മിണ്ടിയില്ല. എല്ലാ പ്രസംഗങ്ങളിലും പ്രചാരണ യോഗങ്ങളിലും ജയ് ശ്രീറാം എന്ന് ഉറക്ക വിളിച്ചിരുന്ന മോദി ജയ് ജഗന്നാഥ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ജയ് ശ്രീറാം എന്ന മുദ്രാവാക്യം അദ്ദേഹം വിട്ടു. ശ്രീരാമനെ മനഃപൂർവ്വം മറന്നുകളഞ്ഞു. ഉത്തർപ്രദേശിലെ കനത്ത തോൽവിയുടെ ആഘാതം ആ പ്രസംഗത്തിൽ പ്രകടമായിരുന്നു. 80ൽ 33 സീറ്റിലേക്ക് BJP അവിടെ ചുരുങ്ങിയപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നേട്ടത്തോടെ സമാജ്വാദി പാർട്ടി 37 സീറ്റുകൾ പിടിച്ചെടുത്തു. കോൺഗ്രസിലുണ്ട് 6 സീറ്റുകൾ. ഗുജറാത്തിന് ശേഷം ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രയോഗശാലയായി BJP വികസിപ്പിച്ചെടുത്ത നാട്ടിലാണ് ഇത്രയും അപ്രതീക്ഷിതമായി തിരിച്ചടി നേരിടുന്നത് എന്നോർക്കണം. രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയിൽ മുഖ്യ പൂജാരിയെപ്പോലെ പ്രത്യക്ഷപ്പെട്ട മോദി മറ്റെല്ലാ നേതാക്കളെയും സീനിൽ നിന്ന് തള്ളിമാറ്റിയിരുന്നു. BJPയുടെ പ്രധാന നേതാക്കളെല്ലാം മോദി പ്രാണപ്രതിഷ്ഠ നിർവഹിക്കുന്ന ചടങ്ങ് TV-യിൽ മാത്രം കാണാൻ നിർബന്ധിതരായി. പുതിയ ഭാരതം പിറന്നു എന്ന് അയോധ്യയിൽ പ്രഖ്യാപിച്ച മോദിയെ പക്ഷേ ആ നാടകങ്ങളൊന്നും തുണച്ചില്ല. സമാജ്വാദി പാർട്ടിയിലെ ഒരു ദലിതനായ സ്ഥാനാർത്ഥി ദലിത് സംവരണ മണ്ഡലം അല്ലാത്ത ഫൈസാബാദിൽ മോദിയുടെ സ്ഥാനാർത്ഥിയെ
അതായത് ക്ഷേത്രമിരിക്കുന്ന മണ്ണിൽ പരാജയപ്പെടുത്തി. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് കടന്നപ്പോൾ 3-4 തവണ മോദി അയോധ്യയിൽ സന്ദർശനം നടത്തി. ഒരു വേള അദ്ദേഹം അവിടെ നിന്ന് മത്സരിച്ചേക്കും എന്നുവരെ വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ തിരിച്ചടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ എന്തോ ആ സാഹസത്തിന് അദ്ദേഹം മുതിർന്നില്ല. സമാജ്വാദി പാർട്ടി ഇത്തവണ നടത്തിയ ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെയും പരാമർശിക്കണം. യാദവരുടെയും മുസ്ലിങ്ങളുടെയും മാത്രം പാർട്ടി എന്ന പ്രചരണത്തെ സ്ഥാനാർത്ഥി നിർണയത്തിലെ സവിശേഷത കൊണ്ട് SP മറികടന്നു. വിവിധ ജാതി വിഭാഗങ്ങൾക്കും ദലിതർക്കും മുസ്ലിങ്ങൾക്കുമെല്ലാം സീറ്റ് നൽകി സമൂഹത്തിലെ ഏതാണ്ട് എല്ലാ വിഭാഗങ്ങളുടെയും പ്രാതിനിധ്യം അവർ ഉറപ്പാക്കിയപ്പോൾ BJP വിയർത്തുപോയി. BJPയുടെ ഹിന്ദുത്വ കാർഡിൻ്റെ ദയനീയ പരാജയം ഉറപ്പിക്കുന്ന മറ്റൊരു കാര്യം സാക്ഷി മഹാരാജ് ഒഴികെയുള്ള കാവ്യവസ്ത്രധാരികളെല്ലാം ഉത്തർപ്രദേശിൽ തോറ്റു എന്നതാണ്. മാലേഗാവ് സ്ഫോടന കേസ് പ്രതി പ്രജ്ഞാ ഠാക്കൂർ ഉൾപ്പെടെ 2 പേരെ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് നഷ്ടമായി. ഉത്തർപ്രദേശിലേക്ക് കടന്നു കയറാൻ BJP ഉപയോഗപ്പെടുത്തിയ ഏറ്റവും വലിയ ആയുധം മുസഫർ നഗറിലെ കലാപമാണ്. മുസഫർ നഗറിലെയും കൈരാനയിലെയും കലാപങ്ങളെ മുൻനിർത്തി ഹിന്ദു വിഭാഗത്തിനിടയിൽ അരക്ഷിതാവസ്ഥ പടർത്തിയാണ് BJP അവിടെ തുടർ വിജയങ്ങൾ ഉറപ്പാക്കിയത്. എന്നാൽ കൈരാനയിൽ ഇത്തവണ BJPയെ ഞെട്ടിച്ചുകൊണ്ട് ഇഖ്റ ചൗധരി എന്ന 28കാരി SP ടിക്കറ്റിൽ വിജയിച്ചു കയറി. 70,000 അവരുടെ ഭൂരിപക്ഷം. BJP മുന്നോട്ട് വെച്ച മതവിഭജന പ്രചാരണത്തേക്കാൾ ഇഖ്റ ചൗധരിയുടെ പരിപാടികളിൽ ആളുകൂടി. മുസഫർ നഗറിൽ SP ഹരേന്ദ്ര സിംഗ് മാലിക് 24,672 വോട്ടുകൾക്കാണ് സഞ്ജീവ് സിംഗ് ബാലിയനെ പരാജയപ്പെടുത്തുന്നത്. RLDയെ മുന്നണിയിലെടുത്തത് പോലും BJPയെ അവിടെ സഹായിച്ചില്ല. 4 പതിറ്റാണ്ടിന് ശേഷം അലഹബാദിൽ കോൺഗ്രസ് വെന്നിക്കൊടി പറത്തിയതും പ്രത്യേകമായി കാണേണ്ട വിജയമാണ്. ദൈനംദിന ജീവിത പ്രശ്നങ്ങളെക്കാൾ വലുതല്ല മതവിഭജന സിദ്ധാന്തങ്ങളെന്ന് ജനം ഉത്തർപ്രദേശിൽ തെളിയിച്ചു. 2014 2 മത്സരിച്ച് ജയിച്ച മോദി സൂറത്തിലെ സീറ്റ് ഉപേക്ഷിച്ച് വാരാണസിയാണ് തെരഞ്ഞെടുത്തത്. വാരാണസിയെ ടോക്കിയോ പോലെയാക്കി മാറ്റും എന്നായിരുന്നു അന്ന് മോദിയുടെ പ്രഖ്യാപനം. 10 ആണ്ട് പിന്നിടുമ്പോഴും വാരാണസിയുടെ തലവര മാറിയിട്ടില്ല. അവിടുത്തെ ചേരികളിൽ മനുഷ്യർ ഇപ്പോഴും നരക ജീവിതം നയിക്കുന്നു. അതിൻ്റെ പ്രതിഫലനമാണ് മോദിയുടെ വോട്ടിലുണ്ടായ 3 ലക്ഷത്തിൻ്റെ കുറവ്. 10,000-ഓളം മനുഷ്യർ പോളിംഗ് ബൂത്തിലെത്തി മോദിയോടുള്ള വിയോജിപ്പ് നോട്ടയിൽ കുത്തി രേഖപ്പെടുത്തി. 1,52,513 വോട്ടുകളുടെ ഭൂരിപക്ഷം എന്നത് 2019 വിജയ മാർജിനായ 4,79,505 വോട്ടിൻ്റെ കുത്തനെയുള്ള ഇടിവ് മാത്രമല്ല, 2014 മോദിയുടെ വിജയ മാർജിനായ 3,71,784 വോട്ടിനേക്കാൾ പോലും കുറവാണ്. ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ BJPയിലെ ആകെ 240 പേരിൽ 116-ാം സ്ഥാനത്താണ് മോദിയുടെ സ്ഥാനമെന്ന് കാണണം. വാരാണസിയിൽ നാമനിർദ്ദേശ പത്രിക നൽകിയ പലരുടെയും പത്രിക തള്ളിയ വിവാദം മറന്നുപോകരുത്. മോദിക്കെതിരെ മത്സരിക്കാൻ വന്നവരെ പലരെയും പിന്തിരിപ്പിച്ചും പത്രിക തള്ളിയും വകഞ്ഞു മാറ്റിയിട്ടും താരമത്സരാർത്ഥികളിലെ മങ്ങിയ വിജയം നേടിയ ആളുകളുടെ പട്ടികയിലായിപ്പോയി മോദി. പ്രധാനമന്ത്രിയുടെ ടീം അംഗങ്ങളായ 18 മന്ത്രിമാരുടെ തോൽവി മാത്രമല്ല, മോദിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നൃപേന്ദ്ര മിശ്രയുടെ മകൻ സാകേത് മിശ്ര ശരാവസ്ഥയിൽ നിന്ന് 76,673 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു എന്നതും ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. മൂന്നാം തവണയും അധികാരത്തിലെത്തി ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡിനൊപ്പം എത്തിയെന്നാണ് മോദിയും കൂട്ടക്കാരും അവകാശപ്പെടുന്നത്. 1962 നെഹ്റു 3-ാം വട്ടവും പ്രധാനമന്ത്രിയാകുന്നത്. അന്ന് അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് 361 സീറ്റുകളുടെ പിൻബലമുണ്ടായിരുന്നു. മോദി 3-ാം വട്ടം വരുന്നത് ആദ്യം കിട്ടിയ സീറ്റോ വോട്ടോ ഇല്ലാതെയാണ്. നെഹ്റുവിനൊപ്പം എന്നൊക്കെ മോദിയെ പുകഴ്ത്തുമ്പോൾ 3-ാം വട്ടത്തിൽ 2 പേരുടെയും വോട്ടിലുണ്ടായ ജനപിന്തുണയിലുണ്ടായ വ്യത്യാസം എന്താണ് എന്നോർക്കണം. ഏതായാലും ഒരു കൂട്ടുകക്ഷി സർക്കാരുമായി വീണ്ടും അധികാര പദമേറുകയാണ് മോദി. എത്ര സുഗമമായിരിക്കും മോദിയുടെ മുന്നോട്ടു പോക്ക്?
ഒരിക്കൽ പോലും കൂട്ടുകക്ഷി ഭരണത്തിൻ്റെ കയറ്റിറക്കങ്ങളിലൂടെ കടന്നുപോയ ആളല്ല മോദി. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും 2 തവണ പ്രധാനമന്ത്രിയായിരുന്നപ്പോഴുമെല്ലാം മോദിയുടെ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടിയാലോചനകൾ, കൂട്ടുത്തരവാദിത്തം എന്നീ വാക്കുകൾ അദ്ദേഹത്തിന് പരിചിതമല്ല. കശ്മീരിൻ്റെ സവിശേഷാവകാശം എടുത്തു കളയുമ്പോഴും നോട്ട് നിരോധിക്കുമ്പോഴുമെല്ലാം NDA എന്ന സംവിധാനം സമ്പൂർണ്ണമായും കളത്തിന് പുറത്തായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ്. മോദിക്കും മോദിയുടെ പാർട്ടിക്കും നടപ്പിലാക്കണമെന്ന ആഗ്രഹമുള്ള ഹിന്ദുത്വ അജണ്ട അത്ര എളുപ്പത്തിലും വേഗത്തിലും നടപ്പാക്കാൻ ഇനി പ്രയാസമാകും. മുസ്ലിങ്ങളുടെ സംവരണത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കി തെരഞ്ഞെടുപ്പിനെ നേരിട്ട മോദി ഇപ്പോൾ കൂട്ടുകൂടി ഭരിക്കാൻ പോകുന്ന TDP എന്ന പാർട്ടി മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന പാർട്ടിയാണ്. കനത്ത വിമർശനവും പ്രതിഷേധവും ഉണ്ടായിരുന്നിട്ട് കൂടി അഗ്നിവീർ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിലായിരുന്നു 2ാം മോദി സർക്കാർ. പക്ഷേ ഇത്തവണ മോദിയുടെ ഭരണത്തെ താങ്ങി നിർത്തുന്ന JDU എന്ന പാർട്ടിക്ക് അഗ്നിവീർ പദ്ധതി അവസാനിപ്പിക്കണം എന്ന കർശനമായ നിലപാടാണ് ഉള്ളത്. ഇതൊക്കെ കൊണ്ട് തന്നെ മോദിയും അമിത്ഷായും മാത്രമിരുന്ന് തീരുമാനിച്ച് ഭരിക്കുന്ന ഏർപ്പാട് ഇനി നടക്കില്ല എന്ന് വ്യക്തം. എന്ത് ജനവിരുദ്ധ ആശയങ്ങളും നടപ്പാക്കാം. തെരഞ്ഞെടുപ്പ് സമയത്ത് മതവികാരം ആളിക്കത്തിച്ച് അതിനെയെല്ലാം മറികടന്ന് ജയിക്കാം എന്ന ആത്മവിശ്വാസവും ഇനി വിലപ്പോവില്ല. ഒന്നാമത്, മതവിഭജന രാഷ്ട്രീയത്തിൻ്റെ വേരിളക്കിയ തെരഞ്ഞെടുപ്പാണിത്. 2, മോദിയെപ്പോലെ വർഗീയത പയറ്റാനോ പയറ്റി ജയിക്കാനോ പറ്റുന്ന പാർട്ടികളല്ല NDAയിൽ ഇപ്പോൾ കൂടെയുള്ള കക്ഷികൾ. അതുകൊണ്ട് ഏത് വിഭജനാശയവും ഒറ്റയ്ക്ക് എഴുന്നള്ളിച്ച് കളയാം എന്ന ആത്മവിശ്വാസം മോദിക്ക് ഇത്തവണയില്ല. ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചും ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠങ്ങൾ പ്രധാനമാണ്. BJPക്കെതിരെ മതനിരപേക്ഷ മൂല്യങ്ങളിലും ജനജീവിത പ്രശ്നങ്ങളിലും നിലയുറപ്പിച്ചുകൊണ്ടുള്ള കൂടുതൽ ആക്രമണോത്സുകമായ സമീപനം വേണമെന്ന പാഠമാണ് അവർക്ക് ഈ തെരഞ്ഞെടുപ്പ്. മോദിയുടെ ചങ്ങാത്ത മുതലാളിത്തവും കോർപ്പറേറ്റ് പ്രീണനവും വിട്ടുവീഴ്ചയില്ലാതെ ഉന്നയിച്ച രാഹുൽ ഗാന്ധിക്ക് ജനം നൽകുന്ന ഉപഹാരം കൂടിയാണ് 100 സീറ്റെന്ന നേട്ടം. വെറുപ്പിനെതിരായ സന്ധിയില്ലാത്ത സമീപനമാണ് മണിപ്പൂരിൽ കിട്ടിയ 2 സീറ്റുകളിലെയും മിന്നും ജയം. ഇലക്ട്രൽ ബോണ്ടിലടക്കം മോദിയുടെ കളങ്കിത നയം ജനങ്ങൾക്ക് മുന്നിലെത്തിക്കാൻ രാഹുലിന് കഴിഞ്ഞിട്ടുണ്ട്. BJPയോട് ഏറ്റുമുട്ടുമ്പോൾ അവരുടെ ഹിന്ദുത്വം മറ്റൊരു വഴിയിലൂടെ ഏറ്റെടുക്കുകയല്ല, മനുഷ്യരുടെ പ്രശ്നങ്ങൾ സംസാരിക്കുകയാണ് അവർ ഇനിയും ചെയ്യേണ്ടത്. രാജ്യത്ത് BJP മാത്രമേ ഉള്ളൂ, അവരുടെ തേരോട്ടം മാത്രമേ ഉള്ളൂ എന്ന സ്ഥിതി മാറിക്കഴിഞ്ഞു. 1-2 സംസ്ഥാനങ്ങളുടെ ഗതി കൂടി മാറിയിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ തന്നെ കഥ വേറെ ആയേനെ. സുസ്ഥിരവും ഐക്യരൂപത്തിലുമുള്ള ഒരു മുന്നേറ്റത്തിന് ഏത് ഏകാധിപത്യത്തെയും മറിച്ചിടാനാകുമെന്ന്, ഏത് ചക്രവർത്തിയെയും ദുർബലപ്പെടുത്താൻ കഴിയുമെന്ന പാഠമാണ് ഇത്. ഈ പ്രവർത്തന പഥത്തിലൂടെ അവധാനതയോടെ മുന്നോട്ട് പോയാൽ പ്രതിപക്ഷ ചേരിക്ക് ഇനിയും വിജയങ്ങൾ രുചിക്കാൻ കഴിയും. ഈ വർഷാവസാനം നടക്കാനിരിക്കുന്ന ഹരിയാന, മഹാരാഷ്ട്ര, ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രകടനം നിർണായകമായിരിക്കും. നരേന്ദ്രമോദിയുടെ തേരോട്ടത്തെ തടുത്തു നിർത്താൻ ആർക്കും കഴിയില്ല എന്ന നിരാശ ബാധിച്ച കാലത്താണ് അസാധാരണമായൊരു പ്രതിപക്ഷ സഖ്യം രാജ്യത്ത് രൂപപ്പെടുന്നത്. അധികാരമോഹികളുടെ ആൾക്കൂട്ടമെന്നും സുസ്ഥിരതയില്ലാത്ത എല്ലിൻ കൂട് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളാൽ മോദിയും BJPയും അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുവെങ്കിലും ജനം അതിനെ വിലമതിച്ചു. കോവിഡ് കാലത്ത് ഒരു കഷ്ണം റൊട്ടി പോലും കിട്ടാതെ പരശതം മൈലുകൾ താണ്ടിയ ജനം എല്ലാം ഓർത്തുവെച്ചിട്ടുണ്ടായിരുന്നു. ഒരു തുള്ളി മരുന്നിനും ഒരു കിടക്കയ്ക്കും ഒരൽപ്പം ഓക്സിജനും വേണ്ടി കേണു മരിച്ച മനുഷ്യരുടെ ഉറ്റവരും ഉടയവരും ഒന്നും മറന്നിട്ടുണ്ടായിരുന്നില്ല. നോട്ട് നിരോധന കാലത്ത് ഉപജീവനമാർഗം നഷ്ടപ്പെട്ട 1/2 കോടിയോളം മനുഷ്യരുടെ കണ്ണീരുപ്പ് വറ്റിയിട്ടുണ്ടായിരുന്നില്ല. വിലക്കയറ്റത്തിൻ്റെ തീച്ചൂളയിൽപ്പെട്ട് അടുപ്പുണങ്ങിപ്പോയ ദരിദ്ര കോടികൾ എല്ലാം കാണുന്നുണ്ടായിരുന്നു. പശുരക്ഷാ ഭീകരവാദികൾ തല്ലിയും കുത്തിയും ചുട്ടരിച്ചും കൊന്ന ഡസൻ കണക്കിന് മനുഷ്യരുടെ വീടുകളിൽ ഇപ്പോഴും വിലാപം അടങ്ങിയിട്ടില്ല. അവിടെ നിന്നിറങ്ങി വന്ന മനുഷ്യരാണ് പോളിംഗ് ബൂത്തിലേക്ക് വന്ന് മോദിയോട് താങ്കൾ സകലതിനും മീതെയുള്ള ഒരു ചക്രവർത്തിയല്ല എന്ന് ഉറക്കെ പറഞ്ഞത്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജുഡീഷ്യറിക്കും ചെയ്യാൻ കഴിയാതിരുന്നതാണ് നമ്മുടെ ജനത ചെയ്യുന്നത്. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടുപ്പിക്കാൻ ശ്രമിച്ചതിന്
പ്രധാനമന്ത്രിയുടെ വൻകിട ബിസിനസ്സുകാരുമായുള്ള സൗഹൃദ ബന്ധങ്ങൾക്ക്, അവരുടെ ദുരൂഹമായ സംഭാവനകൾക്ക്, അസമത്വവും ദുരിതവും വർദ്ധിപ്പിച്ച സർക്കാർ നയങ്ങൾക്ക് ജനം ഒരു മറുപടി കൊടുത്തിരിക്കുന്നു. ആ മനുഷ്യർ ഇപ്പോഴും വലിയ പ്രതീക്ഷയോടെ ഈ ജനാധിപത്യ സംവിധാനത്തെ ഉറ്റുനോക്കുന്നുണ്ട്. സഖ്യ സർക്കാർ അതിൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റട്ടെ. അത് അവർ നന്നായി ചെയ്യുന്നില്ലെങ്കിൽ പ്രതിപക്ഷം അത് തുറന്നു കാണിക്കട്ടെ. പ്രതിഷേധങ്ങളാൽ അന്തരീക്ഷം നിറയ്ക്കട്ടെ. ചോദിക്കാൻ ആളുണ്ടാവണം എന്ന ജനത്തിൻ്റെ തീരുമാനം നിറവേറ്റപ്പെടട്ടെ. സുരക്ഷിതമായൊരു തുറമുഖം ഇനിയും അകലെയാണെങ്കിലും നാം വേഗം മുങ്ങാതിരിക്കട്ടെ. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.